പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന വിഷയമാണ്. വാരഫലമാകുന്നു. ഈ ആഴ്ച വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ നാം ചർച്ച ചെയ്യുന്ന ദിനങ്ങൾ വരുന്നത് 1200 ഇടവമാസം 25-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം. അതായത് 2025 ജൂൺ 8 മുതൽ ജൂൺ 14-ാം തീയതി വരെയുള്ള ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ശുഭാശുഭ ഫലങ്ങളാകുന്നു. ഇവിടെ ഈ വാരത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുമ്പോൾ വളരെ ശുഭകരമായ ചില മാറ്റങ്ങൾ, ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നാം ശ്രദ്ധിക്കണം. ബുധൻ മിഥുനത്തിലേക്ക്, സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്രകാരം നീചസ്ഥനായ ചൊവ്വ കർക്കിടകത്തിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്, സുക്ഷേത്രത്തിൽ. ശുക്രൻ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് പ്രവേശിച്ച് കഴിയുകയും ചെയ്തു. മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് ലഗ്നത്തിൽ രാശിയിൽ ബുധനും വ്യാഴവും, 3-ാം ഭാവത്തിൽ ചൊവ്വ, കേതു, 5-ാം ഭാവത്തിൽ ചന്ദ്രൻ, 9-ാം ഭാവത്തിൽ രാഹു, 10-ാം ഭാവത്തിൽ ശനി, 11-ാം ഭാവത്തിൽ ശുക്രൻ, 12-ൽ ആദിത്യൻ. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സഹോദരങ്ങൾക്ക്, മിഥുനൻ രാശിക്കാർക്ക് രോഗാദി അരിഷ്ടതകളുടെ സമയമാണ്. സഹോദരകാരകനായ ചൊവ്വ സഹോദര സ്ഥാനത്ത് നിൽക്കുന്നത് വളരെ ദോഷമാണ്. അത് കേതുവോടുകൂടെ നിൽക്കുന്നു. സഹോദരപതിയായ ആദിത്യൻ, 3-ാം ഭാവാധിപനായ ആദിത്യൻ എവിടെ നിൽക്കുന്നു? 12-ൽ നിൽക്കുന്നു. പതിതസ്തുരിപ്പേ, പാതിത്യം വീഴ്ച വരും. ഒരു സംശയവുമില്ല. ഈ വാരം വളരെ ശ്രദ്ധിക്കണം. 14-ാം തീയതി വരെ സഹോദരങ്ങൾക്ക് അപകടമില്ലാതെ നോക്കണം. സഹോദരങ്ങളുമായി തർക്കിക്കാൻ പോകരുത്. താൻ അനാവശ്യമായ വീരവാദങ്ങൾ എവിടെയും മുഴക്കാൻ പാടില്ല. മുഴക്കിയാൽ തൻ്റെ അഭിമാനത്തിന് ക്ഷതം വരും. 12-ാം ഭാവത്തിൽ സൂര്യനാണ്. പലപ്പോഴും ശത്രുക്കളെ ജയിച്ചു എന്ന് വരും. എങ്കിലും ആത്മനിയന്ത്രണം വളരെയധികം പാലിക്കണം. ഈ വാരം മക്കൾക്ക് വളരെ നല്ലതാണ്. അവരുടെ ഉപരിപഠനം, അവരുടെ യാത്ര, അവരുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും മക്കൾ വിജയിക്കും. മിഥുനൻ രാശിയിൽ ബുധനും ഗുരുവുമാണ് നിൽക്കുന്നത്. സൗമ്യ രംഗജരോ ബൃഹസ്പതിയുദേ ഗീതപ്രിയോ നൃത്തവിത്. അയാൾ പാട്ടിൽ അഗ്രഗണ്യനാവും. അയാൾക്ക് നൃത്തമറിയാം. അയാൾ സ്റ്റേജിൽ ശോഭിക്കും. തൻ്റെ കർമ്മമണ്ഡലത്തിൽ അദ്ദേഹത്തിന് ശോഭിക്കുവാനുള്ള സമയമാണ്. ഈ ബുധൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ എല്ലാ അരിഷ്ടതകളും മാറും. വിദ്വാൻ എന്നാണ് മിഥുനത്തിലെ ബുധന് ഫലം പറഞ്ഞിരിക്കുന്നത്. ആ ബുധൻ ബുധേ മൂർത്തികോ മാർജേത് അന്യരിഷ്ടം, അന്യൻ്റെ അരിഷ്ടത മാറ്റും. കൺസൾട്ടൻസി, ലാൻഡ്, ബ്രോക്കറേജ്, വീടെടുക്കാൻ നല്ല സമയമാണ്. ഭൂമി എടുത്തുകൊള്ളൂ, ഭൂമിക്ക് അഡ്വാൻസ് കൊടുത്തുകൊള്ളൂ. ഏറ്റവും നല്ല സമയമാണ് മിഥുനൻ രാശിക്കാർ. അപ്രകാരം തന്നെ പ്രഗ്നൻസി, ഇവിടെ ഗർഭം ധരിക്കാം. പുതിയ ദമ്പതികൾക്ക്, ഭാര്യയ്ക്ക് ഗർഭം ധരിക്കാം. അപ്രകാരം പ്രായമുള്ള മുത്തച്ഛനും മുത്തശ്ശിക്കും മക്കൾക്ക്, ചെറുമക്കൾ ഉണ്ടാവുന്ന ഒരു അസുലഭമായ ആനന്ദ നിർവൃതി കൈവരുന്ന വാരമാണ്. വളരെ നല്ല ഒരു വാരമാണ്. ഇത് ശ്രദ്ധിക്കണം. അസമയത്ത് യാത്ര വേണം. 12-ലെ സൂര്യനാണ്. നേത്രം, കണ്ണുകൾക്ക് അപകടം വരും. രവിർദ്വാദശേ നേത്രദോഷം കരോതി, കണ്ണിന് രോഗം വരും. വിവക്ഷാഹവേ ജായതേസോ ജയശ്രീഹി, യുദ്ധത്തിൽ തൻ്റെ ശത്രുവിനെ പരാജയപ്പെടും. സ്ഥിതേ ലിപ്സ്യ ലീയതേ ദേഹദുഃഖം, തൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി, സ്ഥിരതയ്ക്ക് വേണ്ടി ശരീരത്തിൻ്റെ സുഖദുഃഖം നോക്കാതെ വർക്ക് ചെയ്യേണ്ടി വരും, രാത്രിയും പകലും. പിതൃവ്യാപത, അച്ഛൻ മുതലായവർക്ക് രോഗം വരും. മൂത്ത സഹോദരങ്ങൾക്കും അച്ഛനും സമയദോഷമുണ്ട്. ഹാനിര അധ്വപ്രതിശ, വഴിയിൽ തനിക്ക് അപകടമുണ്ടാകും. അതിനാൽ ഞാൻ സൂചിപ്പിച്ചു, അസമയത്തുള്ള യാത്ര മിഥുനൻ രാശിക്കാർ ചെയ്യേണ്ട. സ്വതവേ മിഥുനൻ രാശി നിശാരാശിയാണ്, രാത്രി ബലമുള്ള രാശിയാണ്. ഗോജാശുകർക്ക് മിഥുന സമൃഗ നിശാഖ്യാഹ, രാത്രി രാശിയാണ്. അസമയത്തുള്ള യാത്രയിൽ തനിക്ക് അപകടം വരും. തൻ്റെ കാശോ ധനമോ ആരെങ്കിലും തട്ടിപ്പറിക്കും. അതിനാൽ വളരെ ശ്രദ്ധിക്കുക രാത്രി യാത്ര. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല. ശിവക്ഷേത്രത്തിൽ കൂവളമാല ജലധാര വഴിപാട് ചെയ്യണം. അതിനുമപ്പുറം തൻ്റെ അച്ഛൻ്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ പുഷ്പാഞ്ജലിയോ ചെയ്യണം. അപ്രകാരം തൻ്റെ സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാതെ അവരുടെ പേരിലും മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ചെയ്യണം. എല്ലാ മിഥുനൻ രാശിക്കാർ ശോഭനമായ നല്ല ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു. മിഥുനൻ രാശിക്കാരുടെ സന്താനങ്ങൾ
പുതിയ ജോലി, പുതിയ കോളേജ്, ഉപരി പഠനം, അതിനുവേണ്ടി കാശൊക്കെ ചിലവാക്കാം. അനുകൂലമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.